ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ രാഷ്ട്രപതി ആശങ്ക അറിയിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാർ രാഷ്ട്രപതിയെ കാണും. എംപിമാരുടെ കോർ കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനമുണ്ട്. മുഹമ്മദ് റഹീസ് റഹീസ് 2056 വരെ തീരുമാനം മരവിപ്പിക്കണമെന്നതടക്കം ആ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി തന്നെയല്ലേ മുഖ്യമന്ത്രിമാരുടെ കൂട്ടായ്മയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയും കാണുന്നത്? റഹീസ്, ആശ്മി, തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം തന്നെ അത് സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും ദേശീയ രാഷ്ട്രീയത്തിലായാലും ഒക്കെ തന്നെ അത്തരത്തിലൊരു യോഗമാണ് ഇപ്പോൾ ചെന്നൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 4 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, 2 ഉപമുഖ്യമന്ത്രിമാരൊക്കെ അടങ്ങുന്ന ഒരു യോഗമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാഷ്ട്രപതിയെ കാണും എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഈ മണ്ഡല പുനഃക്രമീകരണം, ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനഃക്രമീകരണം ഏറ്റവും അധികം ബാധിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒന്നടങ്കം ഇപ്പോൾ രാഷ്ട്രപതിയെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയെ കണ്ട് തങ്ങളുടെ ആശങ്ക അറിയിക്കും, അതിലൊരു നിവേദനം നൽകും എന്നതടക്കമാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനമായി വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഏതൊക്കെ പാർട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ, DMK ഉൾപ്പെടെ 13 പാർട്ടികളാണ് പങ്കെടുത്തത്. ആ 13 പാർട്ടികളുടെയും MP-മാരെ വെച്ച് ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കും. ആ കോർ കമ്മിറ്റിക്കകം പാർലമെന്റിനകത്ത് ഈ ഒരു നീക്കത്തെ ചെറുക്കാനുള്ള ചുമതല, അവർ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ നിർദ്ദേശിക്കും. ഒപ്പം തന്നെ ഏത് സമയത്ത് ഈ ഒരു മണ്ഡല പുനഃക്രമീകരണത്തിനെ പറ്റിയിട്ടുള്ള ചർച്ച വന്നാലും അപ്പോഴെല്ലാം അതിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നും ഈ കോർ കമ്മിറ്റി അംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകണമെന്നതടക്കമുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു തങ്ങളുടെ രാഷ്ട്രീയ ഒരു പ്രാതിനിധ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളും ഈ ഒരു വിഷയത്തെ കണ്ടിരിക്കുന്നത്. ആദ്യം സംസാരിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്നൊരു ചരിത്ര ദിവസമായിട്ടാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ ഒരു കൂട്ടായ്മ ഒരു വിധത്തിലും തകർക്കരുത് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഏറെ നാളിന് ശേഷമാണ് ഇത്തരത്തിൽ BJP ഇതര കക്ഷികളുടെ അല്ലെങ്കിൽ NDA ഇതര പാർട്ടികളുടെ ഒരു യോഗം ഒരു പ്രാദേശിക തലത്തിലെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സോണിലെങ്കിലും നടക്കുന്നത്. നേരത്തെ അത് ഇന്ത്യ മുന്നണി നിലവിലുണ്ടായിരുന്നു, ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ച് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇല്ലാത്തൊരു സമയത്താണ് MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഒരു യോഗം തമിഴ്നാട്ടിൽ ചേരുന്നത്, ചെന്നൈയിൽ ചേരുന്നത്. അവിടേക്ക് മുഖ്യമന്ത്രിമാരടക്കം വന്നു. പാർട്ടികൾ പ്രതിനിധികളെ അയക്കുന്നതിന് പകരം തെലങ്കാന മുഖ്യമന്ത്രി എത്തുന്നു, പഞ്ചാബ് മുഖ്യമന്ത്രി എത്തുന്നു, ഒപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എത്തുന്ന ഒരു യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രധാനമായ ചർച്ചകൾ നടക്കുന്നു. കേരള CM ഇതുവരെയും അവിടെ സംസാരിച്ചിട്ടില്ല. ഉടൻ തന്നെ അദ്ദേഹവും സംസാരിക്കും. എന്തായാലും കാര്യങ്ങൾ കുറേ ഗൗരവമായി കണ്ട് തന്നെയാണ് ഈ ഒരു യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരർത്ഥത്തിലും ഏത് തരത്തിലും ഈ ഒരു കൂട്ടായ്മ പൊളിയാതിരിക്കാനുള്ള നീക്കമാണ് സ്റ്റാലിൻ ആദ്യം തന്നെ നടത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള ശക്തികൾ വിഘടിപ്പിക്കാനെത്തും, അവർക്കൊന്നും തലവെച്ച് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു നീക്കം, YSR കോൺഗ്രസ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ ജഗൻമോഹൻ റെഡ്ഡി ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സംസ്ഥാനങ്ങൾക്ക് സീറ്റ് നഷ്ടമാകരുതെന്ന് കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. നിരാശ ഉണ്ടാക്കിയത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്. അവർ ഒരു പ്രതിനിധിയെ പോലും മമതാ ബാനർജി ഈ ഒരു യോഗത്തിന് അയച്ചിട്ടില്ല. സ്റ്റാലിൻ അത്രയധികം പ്രതീക്ഷ അർപ്പിച്ച് മമതാ ബാനർജി യോഗത്തിന് എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മമതാ ബാനർജി യോഗത്തിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു സൈഡിൽ BJPയുടെ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്, മറുപുറത്ത് ഇവിടെ ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ വാർത്തയുടെ